ചെയ്യാൻ പോകുന്നത് നൈക്ക എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അത്യാവശ്യം മൂവ്മെന്റ് കാണുന്നുണ്ട്. ഏകദേശം നമുക്ക് ഈ ഒരു 252.98 എന്ന് പറഞ്ഞ പ്രൈസിൽ തന്നെ നമുക്കൊരു ഓർഡറിനൊരു ഇട്ട് വെക്കാം. നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആവുമെന്ന് വിചാരിക്കാം. 2000 ക്വാണ്ടിറ്റിയാണ്, അത്യാവശ്യം മാർജിൻ ഉണ്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം വില 282.26 നമ്മൾ 282.98 ഷോർട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മൂവ്മെന്റ് കണ്ടിട്ട് നമ്മളുടെ ഓർഡർ നമ്മളുടെ പ്ലേസ് ഹിറ്റ് ആവും വിചാരിക്കുന്നത്. ഡെലിവറി നാം വേറെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതിലൊരു ട്രേഡ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. നമുക്ക് ഏതായാലും ഇപ്പം നൈക്കയിൽ ഓർഡർ ഇട്ടല്ലോ, 1, 2, 3 ഞാൻ ഇന്ന് സോർട്ട് ചെയ്തിട്ടതാണ്. നൈക്കയിൽ നമ്മളുടെ പൊസിഷൻ എന്താവും നോക്കാം. പൊസിഷൻ കിട്ടിയിട്ടില്ല, ഓർഡറിന്റെ പ്ലേസ് ചെയ്തത് ഹിറ്റ് ആവുമോ നോക്കാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല മൂവ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. എനിവേ അത്യാവശ്യം നമ്മൾ ഇട്ട ഓർഡറിലേക്ക് കയറി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും ഹിറ്റ് ആവും വിചാരിക്കുന്നു. നൈക്ക ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ബ്യൂട്ടി അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്, കുഴപ്പമില്ലാത്ത. ഓക്കെ, കമ്പനിയൊക്കെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. ഇപ്പോൾ ഇതിന്റെ മൂവ്മെന്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഓർഡർ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കുറച്ചും കൂടി അപ്പം മേലേക്ക് ഒരു പൊസിഷൻ, അതെ നമ്മളിപ്പോ അത് എക്സിക്യൂട്ട് ആവുമായിരുന്നു. ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏതായാലും അത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയോണ്ട് കുറച്ചുകൂടി മുകളിലോട്ട് ഈ ഓർഡർ കിട്ടുമെന്ന് വിചാരിക്കാം. ഒന്നുകൂടി മുകളിലോട്ട് ആക്കിയിട്ട് നമുക്കൊരു 284 റേഞ്ചിലായിട്ട് ഇടാം. ഒരു 283.98 84 റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്കൊരു ഓർഡർ ഒന്നുകൂടി മാറ്റി പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ഇട്ട പൊസിഷൻ ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഹിറ്റായി തുടങ്ങിയായിരുന്നു. എനിവേ അത് ഇനിയും മേളിലോട്ട് കയറുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇട്ടത് നല്ലൊരു മൈനസ് ആയി പോവായിരുന്നു. ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തുകൊണ്ട് അത് കുടുങ്ങിയില്ല. കുറച്ചുകൂടി മുകളിലോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ് 253.92 കേട്ടോ. അങ്ങോട്ട് നോക്കാം എന്താവും നോക്കാം. നമുക്ക് ഒട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പൊ സമയം 11:40 നമ്മൾ ഏകദേശം ഒരു 11:35 റേഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റോളായി നമ്മളിപ്പോ ഓർഡർ കിട്ടാൻ വേണ്ടി തന്നെ കളിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ഹിറ്റ് ആവുന്നതിനുണ്ട് പ്രതീക്ഷ. നന്നായിട്ട് മൂവ്മെന്റ് ഉണ്ട്, നന്നായിട്ട് മൂവ്മെന്റ് കാണുന്നുണ്ട് ഈ ഒരു ഇതില്. ഇത്രയും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് മേലോട്ടേക്ക് തന്നെ കയറി പോവോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശങ്ക. അതിനുള്ള ചാൻസും അവിടെ കാണുന്നുണ്ട്. എനിവേ നമ്മളേതായാലും നമ്മളുടെ പൊസിഷൻ നമ്മൾ ഇന്ന് ഏകദേശം 2000 ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ ടാർഗറ്റും നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ടാർഗറ്റ് 2000 രൂപ എന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തായാലും അവിടെ ഹിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓർഡർ കിട്ടാണ്ട് പോവോ എന്നല്ല. ഓക്കെ, ഹിറ്റായി. എനിവേ സംഗതി ഹിറ്റായിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. നമ്മളെ ഇപ്പം ചെറിയൊരു പോസിറ്റിവിറ്റി, ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. എനിവേ നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഹൈ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ സംഗതി മുകളിലോട്ട് പോയി. പ്രതീക്ഷിച്ചതിലുപരി നന്നായി മുകളിലോട്ട് കയറിയിട്ടുണ്ട്. എനിവേ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് മീൻസ് ലോസ് ആയാലും ആ 2000 ആ ഒരു ലെവലിലേക്ക് എത്താത്തതുകൊണ്ട് നമുക്ക് കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. തിരിച്ചു വരുമെന്ന് വിചാരിക്കുക. ഈ ഒരു പൊസിഷനൊക്കെയാണ് ഇത്രയൊക്കെ ആയി പാവുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് നല്ല നിഫ്റ്റിയൊക്കെ നല്ല മൂവ്മെന്റ് ആണ്. ഓക്കെ, എനിവേ സംഗതി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ താഴോട്ട് വരുന്നുണ്ട്. ഇനി എന്തായാലും മാക്സിമം റെസിസ്റ്റൻസ് ഒക്കെ
ഒഴിവായി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ താഴോട്ടേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവും എന്ന് വിചാരിക്കാം. വീണ്ടും മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്താത്തതുകൊണ്ടാണ് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യാഞ്ഞത്. നമ്മൾ ഏകദേശം ഒരു 252 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്കൊരു ബൈ ഓർഡർ ഏതായാലും പ്ലേസ് ചെയ്തിടാം. അങ്ങോട്ടേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പൊ നേരത്തെ ആ സ്ട്രോങ് റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ ചെയ്യാഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച ലെവൽ എത്തിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഏതായാലും ഒരു ലിമിറ്റ് ഓർഡർ ബൈയിങ് ഓർഡർ 252.34 പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് എത്തുമെന്ന് വിചാരിക്കുക ഏതായാലും. നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ നമ്മൾ ആദ്യം തുടങ്ങിയോടത്തേക്ക് തന്നെ തിരിച്ചു കയറിയെങ്കിലും നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും താഴോട്ട് നമ്മളുടെ ടാർഗറ്റിൽ അത് ഹിറ്റ് ചെയ്യും എന്ന് നന്നായിട്ട് ഹോപ്പുണ്ട്. അവിടെ തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ടൈം 12 മണി കഴിഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂറിന്റെ അടുത്ത്, ഒരു 20-25 മിനിറ്റ്. ഇനി ഇന്ന് അടുത്തൊരു ഡൽഹിവറി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി നമ്മൾ നോക്കി വെച്ചിരുന്നു. അത്യാവശ്യം അപ്പർ പോയിന്റ് തന്നെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഇതും ചെയ്യണം എന്നുണ്ട്. നേരത്തെ സോർട്ട് ചെയ്തിട്ടിരുന്നതിൽ നല്ലൊരു മൂവ്മെന്റ് ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ ഇതിലും ഒരു 2000 ക്വാണ്ടിറ്റി, പക്ഷെ അതിന് തീരെ മൊമെന്റം വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഹിറ്റ് ആവുമോ എന്ന് അറിയില്ല. എനിവേ നമ്മളത് ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കുക, നമ്മൾ ഓൾറെഡി റെഡ് കാൻഡിൽ വന്ന് താഴോട്ടുള്ള ഒരു പൊസിഷൻ, ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. തിരിച്ച് കയറുകയാണെങ്കിൽ നമ്മളുടെ ഓർഡർ ഹിറ്റ് ആവട്ടെ. 2000 ക്വാണ്ടിറ്റി സെൽ ലിമിറ്റ് 458 നമ്മൾ പ്ലേസ് ചെയ്തത്. അവിടേക്ക് തിരിച്ചു എത്തുമെന്ന് വിചാരിക്കുന്നു. Can hope for our better. ഓക്കെ, നമ്മളെ ടാർഗറ്റിലേക്ക് ഞാൻ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു വേറൊരു പണിക്ക് പോയി. ആ സമയം കൊണ്ട് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഒന്ന് കയറി ഹിറ്റായി. പക്ഷേ 2000 ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയില്ല. വെറും 341 ക്വാണ്ടിറ്റി ഹിറ്റ് ആയിട്ടുള്ളൂ. വളരെ മൊമെന്റം കുറവാണ്. ഇനി അത് തിരിച്ചത് ഹിറ്റായി കിട്ടുമോ അറിയില്ല. ഏകദേശം അടുത്തൊരു ട്രേഡും കൂടി ഇതും കൂടി നല്ലൊരു മൂവ്മെന്റിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇനി ചാൻസ് തോന്നുന്നില്ല. വെറും 340 ക്വാണ്ടിറ്റി ഇട്ടത്, 1600ഓളം ക്വാണ്ടിറ്റി ഒന്നും ഹിറ്റ് ആയിട്ടില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സമയം ഇനി എടുക്കും. കാരണം നമ്മളുടെ മാർജിൻ, നമ്മൾ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്ന മാർജിന് വേണ്ടത്ര കിട്ടില്ല. കാരണം 340 വെച്ചിട്ട് ഓരോ പോയിന്റ് മൂവ്മെന്റിന് നമുക്കറിയാലോ വളരെ പ്രോഫിറ്റിന്റെ അളവ് കുറവായിരിക്കും. എനിവേ നമുക്ക് നോക്കാം, ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവും നോക്കാം. കിട്ടുന്നതിനുള്ള പോരട്ടെ, ഏതായാലും ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ, കിട്ടുന്നത് വരട്ടെ. അപ്പൊ ആ 2000 കിറ്റ് ആയിരുന്നെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയേനെ. പക്ഷെ അതിന് നമുക്ക് ഭാഗ്യമല്ല, കൂട്ടിയാൽ മതി. പിന്നെ ഗ്രീഡ് വെച്ച് ചെയ്യരുതാണല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലതിന് വേണ്ടി വിചാരിക്കാം. ഓക്കെ, കുറച്ചുകൂടെ നന്നായി താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 600-700 റേഞ്ച് വീണ്ടും മുകളിലോട്ട് കയറി താഴോട്ട്. ഏതായാലും ഒരു ബൈ ഓർഡർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി ആ ഒരു ലെവലിലോട്ട് തന്നെ വീണ്ടും കയറി ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിക്കോട്ടെ. ആ ഒരു ഇന്നത്തെ ബ്രോക്കറേജിനുള്ളത് ഇതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുക, അങ്ങനെ കരുതുക. കാരണം നമ്മൾ വിചാരിച്ച അത്ര ക്വാണ്ടിറ്റി സെല്ലാവാത്തോണ്ട് ഷോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചാ, ഓക്കെ, ഞാൻ നേരത്തെ 2000 ആയിരുന്നു ഇട്ട് വെച്ചിരുന്നത്, അത് മാറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ഓർഡർ റിജക്ട് ആയിപ്പോയി. 341 മാറ്റിയിട്ട് നമ്മൾ വീണ്ടും പ്ലേസ് ചെയ്തു. യെസ്, ഓക്കെ, അതിലേക്ക് വരുമെന്ന് വിചാരിക്കാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി വന്ന് ആ ലെവലിലോട്ട് തന്നെ ഹിറ്റ് ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷ. കമോൺ, വളരെ മൊമെന്റം കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ടൈം എടുക്കുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം 1 മണിന്റെ അടുത്ത് ആയി. ഓക്കെ, ഹിറ്റ് ആയിട്ടുണ്ട്.
ഇതിന്റെ പൊസിഷൻസിൽ എത്രയാണ് നമുക്ക് ഇന്നത്തെ മാർജിനൊക്കെ 3100 നൈക്കയിൽ വന്നു, മറ്റേ 716 കിട്ടി. 3500 മുകളിൽ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.